ഞങ്ങളുടെ പുതിയ ചാനലായ ടേസ്റ്റ് ഓഫ് കൊല്ലത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു വിഭവം എപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ കുട്ടികൾക്കും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിലുള്ള വിഭവമാണ്. നമ്മുടെ ചെറിയ ബഡ്ജറ്റുകാർക്കും വലിയ ബഡ്ജറ്റുകാർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. അത് നമുക്ക് എങ്ങനെയെന്ന് കാണാം. നമ്മളിപ്പോൾ ഈ വിഭവം ഉണ്ടാക്കാനുള്ള സാധനങ്ങളാണ്. ഇത് 1 കപ്പ് വെളിച്ചിട്ടുള്ളൂ, 2 കപ്പ് റവ, പഞ്ചസാര ഇതിൻ്റെ പകുതി പഞ്ചസാര, ഏകദേശം ഇതിനൊരു കപ്പ് പഞ്ചസാര വേണ്ട, പകുതി പഞ്ചസാര, പാൽ, പശുവും പാൽ. ഈ പകരമായി പശുവും പാൽ ഇല്ലെങ്കിൽ നമുക്ക് തേങ്ങാപ്പാലായാലും ചേർക്കാം, ടേസ്റ്റ് ഒന്നുകൂടി കൂടത്തതേ ഉള്ളൂ. പിന്നെ കുറച്ച് നെയ്യ്, കുറച്ച് വെളിച്ചെണ്ണ, 4 മുട്ട ഇവിടെ വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഈ മാവിൻ്റെ കണക്ക്, ഈ റവയുടെ കണക്കാക്കി 2 മുട്ട മതി. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, ഏലക്ക. ഇത് തയ്യാറാക്കാൻ എന്നുള്ള ഒരു ബബിൾ സെറ്റ് ഇതിനകത്തുകൊണ്ടാണ് ഇതെല്ലാം ഇട്ട് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. ഇത് 2 മുട്ട ഇതിൽ ബബിൾ സെറ്റിലോട്ട് പൊട്ടിച്ച് ഒഴിക്കുക. ഇതിൽ ആവശ്യത്തിന് പഞ്ചസാര, ഇപ്പോൾ ഷുഗറൊക്കെയുള്ള സമയം ആയതുകൊണ്ട് ആവശ്യത്തിന് പഞ്ചസാര ചേർക്കുക, അല്ലെങ്കിൽ മിനിമം പഞ്ചസാര ചേർക്കുക. വേണമെങ്കിൽ കൂടുതൽ പഞ്ചസാര ചേർക്കാം. ഇപ്പോൾ ഇവിടെ ഇത്രയും പഞ്ചസാര ചേർത്തു. ഇത് നമ്മൾ അടിച്ചെടുക്കുക. ഇതിപ്പോൾ മുട്ടയും പഞ്ചസാരയും നല്ലപോലെ അടിച്ച് പതപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നമ്മൾ പൊടിച്ച പഞ്ചസാര വെള്ളം ചേർത്താൽ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം. ഇതിലേക്ക് പശുവും പാൽ, നല്ല നാടൻ പശുവും പാൽ ഇതിലേക്ക് മിക്സ് ചെയ്യുക. ആവശ്യത്തിന് ഈ റവ കുഴയുന്നതിന് ആവശ്യമായ, അത് നനഞ്ഞ് വരുന്നതിന് ആവശ്യമായി ഈ പശുവും പാൽ ചേർക്കണം. ഇതിലേക്ക് നമ്മൾ ഏലക്ക പൊടിച്ചതച്ചത് ചേർക്കുന്ന ആവശ്യത്തിന് നമ്മുടെ ബഡ്ജറ്റനുസരിച്ച് ഏലക്കായ്ക്ക് വില കൂടിയ സമയമാണിപ്പോൾ, നമുക്കതുകൊണ്ട് ആവശ്യത്തിന് ചേർക്കാം. അധികമായാൽ അതും അമൃതവും വിഷമാണെന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് ചേർക്കുക. അതിലേക്ക് നെയ്യ്, 4 സ്പൂൺ നെയ്യ് ചേർക്കുക. നെയ്യ് ചേർക്കുന്നത് നമുക്ക് സോഫ്റ്റ് ആവാനും ടേസ്റ്റ് കൂടാനും. 4 സ്പൂൺ നെയ്യ്. അപ്പോൾ നമ്മൾ വീണ്ടും അത് ഒന്നുകൂടെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ റവ ഇതിലോട്ട് ചേർക്കുന്നു. നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്യുക. റവയും നെയ്യും പാലും പഞ്ചസാരയും എല്ലാം കൂടെ ഇതിൽ നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുത്തെങ്കിൽ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് ഈ ഡിഷ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഇപ്പോൾ ഇത് നല്ലതുപോലെ മിക്സായിട്ടുണ്ട്. ഞാൻ എല്ലാം കലക്കി വെച്ചത് ഒരു 5 മിനിറ്റ് മാറ്റി വെച്ചാൽ നമ്മൾ പാനിൽ കോരി ഒഴിക്കുമ്പോൾ സോഫ്റ്റ്നെസ് കിട്ടും. അതിനുവേണ്ടി 5 മിനിറ്റ് മാറ്റി വെക്കുക. നമുക്കിത് തയ്യാറാക്കാൻ ഈ ദോശക്കല്ല്, നോൺ സ്റ്റിക്കിൻ്റെ പാത്രം, പാൻ ഏതുമാകാം. ഇതിപ്പോൾ ഞാനിവിടെ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്നത് ദോശക്കല്ലാണ്. ഇതിലും ചെയ്യാം. അതുകൊണ്ട് ഞാൻ ഇത് തയ്യാറാക്കാൻ പോകുന്നു. ദോശക്കല്ല് അടുപ്പിൽ വെച്ചു. ഇതൊന്ന് ചൂടാകുമ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ, നമ്മളിത് ചുട്ടെടുക്കാൻ വേണ്ടി നമ്മളിതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിക്കുന്നു. ഇതിപ്പോൾ പാൻ ചൂടായിക്കൊണ്ടിരിക്കുന്നു. ഇതിലേക്ക് ഞാൻ തയ്യാറാക്കി വെച്ച 5 മിനിറ്റ് മാറ്റി വെച്ച ആ റവ, നമ്മൾ മിക്സ് ചെയ്ത ആ റവയ്ക്ക് എല്ലാം ചേർത്ത് വെച്ചിരുന്ന അത് ഇതിലോട്ട് ഒഴിക്കുന്നു. ഇത് ഒഴിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ ഈ അണ്ടിപ്പരിപ്പ് മീതെ നമ്മൾ യഥേഷ്ടം, നമ്മളെ കയ്യിൽ എത്രയുണ്ടോ അത്രയും നമുക്ക് ചേർക്കാം. ടേസ്റ്റ് നമുക്ക് കൂടത്തതേ ഉള്ളൂ. നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് ചെറിയ രീതിയിൽ നമുക്കിതിൽ വയ്ക്കാം.
ഇതിപ്പോൾ ദോശക്കല്ലിൽ ഒഴിച്ചിട്ടുണ്ട്. ഇത് വേകാൻ ഒരു 2 മിനിറ്റ് എടുക്കും. അതിന് ശേഷം അത് മറിച്ചിടുക. ചെറുതീയിൽ വേവിക്കുക, സിമ്മിൽ. ഇതിപ്പോൾ നമ്മൾ കോരി ഒഴിച്ചു. അതിന് മീതെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വെച്ചിട്ടുണ്ട്. ഇതിന് ഫുള്ള് വേണമെങ്കിൽ മുന്തിരിങ്ങയും അണ്ടിപ്പരിപ്പും വെക്കാം. നമ്മളതിലുള്ളത് വെച്ച് നമുക്ക് ചെയ്യാം. ഇനി നമ്മളിതൊന്ന് തിരിച്ചിടാൻ ശ്രമിക്കുകയാണ്. ചെറിയ തീയിൽ വേവിച്ചെടുക്കണം, ചെറിയ തീയിൽ. എന്നിട്ട് നമ്മൾ ഇളക്കി നമ്മൾ നല്ല രീതിയിൽ ആ ചട്ടുകത്തിനകത്ത് നിന്ന് നമ്മൾ കോരി ഇടണം. അപ്പോൾ നമ്മൾ അപ്പുറം കരിയാത്ത വിധത്തിൽ ചെറുതീയിൽ വേവിച്ച് എടുക്കുക. അപ്പോൾ അത് മറിച്ചിട്ടു. ഇത് നമ്മൾ നമ്മുടെ കയ്യിലുള്ള പാത്രം വെച്ച് നമുക്ക് ഇത് തയ്യാറാക്കാം എന്നുള്ളതിനാണ് ഇതിപ്പോൾ ഞാനിങ്ങനെ കാണിക്കുന്നത്. നമുക്ക് നോൺ സ്റ്റിക്കോ നമുക്ക് നല്ല പാൻ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇതിലും ഉണ്ടാക്കാം. ഈ ഡിഷ് നമുക്ക് ഇതിലും തയ്യാറാക്കാം എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ ഈ ദോശക്കൽ ഉപയോഗിച്ചത്. നമ്മളിത് മറിച്ചിട്ട് ഒന്നുകൂടെ മറിച്ച് ഇങ്ങനെ ഇടുക. അപ്പോൾ ഇത് നമ്മൾ ദോശക്കല്ലിൽ ഇങ്ങനെ ചെയ്യും. നമ്മൾ ഇതിലും കൂടി കുറേ വെറൈറ്റിയായി സ്റ്റൈലിലൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ പാനിൽ നോൺ സ്റ്റിക്കിലൊക്കെ ചെയ്യാം. ഇതിങ്ങനെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഒരു പ്ലേറ്റിലോട്ട് നമുക്ക് മാറ്റാം. നമ്മളിതൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിരിക്കുന്നു. ഇനി നമുക്ക് ഈ നമ്മളിപ്പോൾ 2 കപ്പ് റവ വെച്ച് ഇത് ഉപയോഗിച്ചു. ഇതേ അളവിൽ ഒരു 4 കേക്ക് നമുക്കുണ്ട്. ഇതിൻ്റെ പേര് റവ കേക്ക് എന്നാണ്. ഇതിന് ക്രിസ്മസൊക്കെ വരികയാണ്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയും നിങ്ങൾക്ക് തയ്യാറാക്കാനും എളുപ്പമാണ്, ഇഷ്ടപ്പെടുകയും ചെയ്യും. നിങ്ങൾ തയ്യാറാക്കുകയും ഇഷ്ടപ്പെടും എന്നുള്ള വിശ്വാസത്തിൽ ഞാനിതിവിടെ നിർത്തുന്നു. ഇനി പുതിയ ഡിഷുമായി അടുത്ത ഞാൻ ഉണ്ടാക്കിയ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളിത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് ആ ബെല്ലൈക്കൺ കൂടി അമർത്തുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക്സ്.